ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 93-ൻ്റെ റിവ്യൂ. ആദിലയും നൂറയും തമ്മിൽ രാവിലെ സംസാരിക്കുന്നു. നമ്മളിൽ ഒരാളെങ്കിലും ഫൈനൽ 5-ൽ എത്തണമെന്ന് നൂറ. അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന അനീഷിനെയും അനുമോളെയും കളിയാക്കിക്കൊണ്ട് പാട്ട് പാടുന്ന നെവിനും അക്ബറും. അവർ ഒരു പ്രണയഗാനങ്ങൾ പാടുന്നുണ്ട്. അനീഷ് അനുമോളെ വിളിച്ചുകൊണ്ട് പോയി സംസാരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു. അനുമോൾക്കത് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ലായിരിക്കും. എനിക്കൊരു ബ്രദറിനെ പോലെയാണ് അനീഷ് ഏട്ടനെന്ന് അനുമോൾ. ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു എന്ന് അനീഷ്. ഇനി അതിനെപ്പറ്റി സംസാരിക്കേണ്ട കാര്യമില്ല, അതവിടെ തീർന്നു എന്ന് പറഞ്ഞ് ക്ലിയർ ചെയ്യുന്ന അനീഷ്. ഏതായാലും അനീഷ് അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അനുമോൾ ഗെയിം കളിക്കോ ഇല്ലെന്ന് നമുക്ക് കാണാം. അനുമോൾ അത് അക്സെപ്റ്റ് ചെയ്യട്ടെ എന്ന് അക്ബർ നൂറയോട്. അങ്ങനെയെങ്കിലും അനീഷ് ഏട്ടൻ പഠിക്കട്ടെ എന്ന് അക്ബർ. ഒരു പാട്ടിൻ്റെ അകമ്പടിയോടുകൂടി അപ്പോൾ പ്രധാന വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വരുന്ന അപ്പാനി പുലിവേഷത്തിലാണ്. എല്ലാവരും ഓടിച്ചെല്ലുന്നു. അതിലെ നൂറയും അനുമോളുടെയൊക്കെ സന്തോഷം. ഡാൻസ് കളിക്കുന്ന അപ്പാനിയെ കെട്ടിപ്പിടിക്കുന്ന അക്ബർ. പിന്നെ എല്ലാവരും സംസാരിക്കുന്നു. ഇതിനിടയ്ക്ക് അകത്തേക്ക് പോയി അക്ബറും അപ്പാനിയും സംസാരിക്കുന്നു. നിന്നെ കാണാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്ന് അപ്പാനി. എല്ലാവരും നിന്നെ കുരുതിക്കളം എന്ന് പറഞ്ഞ് കളിയാക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതിന് സമ്മതിക്കില്ലായിരുന്നു എന്ന് അപ്പാനി. ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് അറിയാത്തവരാണ് നിന്നെ കുറ്റപ്പെടുത്തുന്നത്, അതിലൊരു കാര്യമില്ലെന്ന് അപ്പാനി. ഏതായാലും അപ്പാനിയും അക്ബറും തമ്മിലുള്ള ഒരു ബോണ്ടിങ്ങാണ് നമ്മളിവിടെ കാണുന്നത്. മറ്റാരും ഈ ഹൗസിൽ ഇത്രയും ബോണ്ടിങ് ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഏതായാലും നല്ല സുഹൃത്തുക്കളാണ് അവർ അവിടെ. സ്റ്റോർ റൂമിൽ കൂടെ അടുത്ത് വന്നത് സരിക കലാഭവനായിരുന്നു. കൺഫെഷൻ റൂമിൽ കൂടെ സാരിക കെബിയും. അനുമോളും ആദിലും നൂറയും ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നു. പിന്നീട് പ്രധാന വാതിലിൽ കൂടെ കടന്നു വന്നത് ഷൈത്യ, ബിൻസി, രഞ്ജിത്ത് എന്നിവരായിരുന്നു. അകത്തുണ്ടായിരുന്നപ്പോൾ ഗെയിം കളിക്കാതെ ഔട്ടായ രഞ്ജിത്ത് ഇപ്പോൾ പുതിയ ഗെയിമുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാം പഠിച്ചു വന്ന് അനീഷിനെതിരെയായിരുന്നു ആദ്യം തുടക്കമിട്ടത്. ആരോടും അടുപ്പമുണ്ടാക്കില്ല. കൈയകലത്തിൽ നിൽക്കാൻ വന്ന അനീഷ് എന്തുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരോടും മിങ്കിളിങ് ആവുന്നതെന്ന് ചോദിക്കുന്നു. അനീഷ് എന്ന കരിങ്കലിനെ താൻ പൊട്ടിച്ചതെന്ന് ഷാനവാസ്. പുതിയ ലവ് കമ്പ് ഏർക്കുന്നതാണോ എന്ന് രഞ്ജിത്ത് അനീഷിനോട്. ആരും വേണ്ട എന്ന് പറഞ്ഞ് വന്ന ആൾ പിന്നെ എല്ലാവരോടും മിങ്കിളിങ് ആവുന്നു, പ്രപ്പോസ് ചെയ്യുന്നു. കർഷകനായതുകൊണ്ടാണ് വിത്തിറക്കാൻ നോക്കുന്നതെന്ന് രഞ്ജിത്ത്. അനുമോളുടെ പിആറിനെ പറ്റിയൊക്കെ കളിയാക്കി പറയുന്നുണ്ട് രഞ്ജിത്ത്. വന്നവരെല്ലാം ഷാനവാസുമായിട്ട് ഒരകലം പാലിച്ചു. ഷാനവാസും തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഷാനവാസിൻ്റെ പല കള്ളത്തരങ്ങളും പൊളിച്ചേനെ എന്ന് ബിൻസി. ആദില നൂറയും ഷാനവാസും തമ്മിൽ ഇപ്പോൾ മാനസികമായ അകലത്തിലാണ്. അനുമോൾക്കെതിരെ ഗെയിം കളിക്കുന്ന ഷൈത്യയും ബിൻസിയും. എന്തിനാണ് അപ്പാനി കാരണമാണ് ഞാൻ പുറത്തായതെന്ന സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്, അതെനിക്ക് ഒത്തിരി ബാധിച്ചുവെന്ന് ബിൻസി അനുമോളോട്. എന്തുകൊണ്ടാണ് എന്നെ കട്ടപ്പയാക്കിയതെന്ന് ഷൈത്യ അനുമോളോട്. അതിൻ്റെ കാരണം പറയാൻ ഷൈത്യ അനുമോളോട്. അനുമോളുടെ പിആറിന് എൻ്റെ അച്ഛൻ പൈസ കൊടുത്തിരുന്നെന്നും അനുമോളുടെ പിആർ എന്നെ ബാക്ക് സ്റ്റാപ്പ് ചെയ്ത് കട്ടപ്പയാക്കിയതാണെന്നും ഷൈത്യ. ഷൈത്യയുടെ ചില പെരുമാറ്റങ്ങൾ പ്രേക്ഷകരിലാണ് കട്ടപ്പയായതെന്ന് ഷൈത്യക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ലേ. സെയിം പിആറിന് തന്നെ പൈസ കൊടുത്താൽ അവർ ആരെയാണ് വിജയിപ്പിക്കുക? ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്ന ആളെയല്ലേ അവർ വിജയിപ്പിക്കാൻ ശ്രമിക്കുക. ഷൈത്യ ഏതായാലും 1.5 ലക്ഷം രൂപ പിആറിന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും നോക്കുവാണെങ്കിൽ എല്ലാവരും തന്നെ പിആറിന് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി അനുമോളുമായിട്ട് ഒരു കൂടിച്ചേരില്ലെന്ന് പറഞ്ഞ ഷൈത്യ വീണ്ടും രാത്രിയായപ്പോൾ അനുമോളുടെ അടുത്ത് നിന്ന് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നുണ്ട്. പുറത്തുനിന്ന് വന്നവർ അനുമോൾക്കെതിരെ അനീഷിനെതിരെയാണ് ഗെയിം കളിക്കുന്നത്. അനുമോൾ കുക്കിംഗ് ഇവിടെ വന്നതിന് ശേഷമാണ് പഠിച്ചതിനെ പറ്റിയൊക്കെ രഞ്ജിത്തൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അനുമോൾ കള്ളമാണ് പറയുന്നത്. ഇവിടെ പുറത്തൊക്കെ തലക്കറിയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ വൈറലായിട്ടുണ്ടല്ലോ. അക്ബറും അപ്പാനും തമ്മിലുള്ള ബോണ്ടിങ്ങിൻ്റെ ചില നിമിഷങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളെ പറ്റി കമൻറ്റ് ചെയ്യുമോ? ആരാണ് കപ്പ് നേടുക? കഴിവതും മത്സരിക്കുന്ന കഴിവുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യുക.